Hi friends, welcome to Pre-Success Codes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കുറേ പേര് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് a plus b plus c is equal to 13, a square plus b square plus c square is equal to 69, then ab plus bc plus ca is equal to dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, നമുക്ക് ഒരുപാട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല ഇതിലില്ല, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനൊന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. ഇതൊരു ഐഡൻറ്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഉണ്ട് മാത്സിൽ. അപ്പോൾ കഴിയുന്നതും മാത്സിൽ എത്രത്തോളം ഐഡൻറ്റിറ്റീസ് പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എ ബി സി എന്നീ 3 വേരിയബിൾസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 വേരിയബിളുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഏതാണ് യൂസ് ചെയ്യേണ്ട ഐഡൻറ്റിറ്റി? എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 into AB plus BC plus AC. ഇതാണ് ഐഡൻറ്റിറ്റി. എങ്ങനെയാണ് ഈ ഐഡൻറ്റിറ്റി ആണെന്ന് മനസ്സിലായത്? നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഐഡൻറ്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കി, ഇവിടെ ഓരോ ടേമും നമുക്ക് തന്നിട്ടുണ്ട്. തരാത്തത് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ. സോ എ പ്ലസ് ബി പ്ലസ് സി 13 ആണ്. സോ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 13 സ്ക്വയർ ആണ്. ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 69 ആണ്. 69 പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 13 സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ് അല്ലേ? 169 is equal to 69 plus 2 into AB plus BC plus AC. ഇനി എങ്ങനെയാണ്? 169ഉം 69ഉം ഉണ്ട്. 69 ഇവിടെ LHSലേക്ക് എടുക്കുമ്പോൾ 169 minus 69 എന്ന് വരും. സോ 100 is equal to 2 into AB plus BC plus AC. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഇസ് ഈക്വൽ ടു 100/2 50. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 50 ആണ്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ക്വസ്റ്റ്യൻ നോക്കുക, ദെൻ അതിനുശേഷം ഐഡൻറ്റിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ അതിനുശേഷം മിക്കവാറും നമുക്ക് ഒരു ടേം മാത്രമേ അൺനോൺ ആയിട്ട് ഉണ്ടാവുള്ളൂ, അത് തന്നെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാ ടേംസും നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. സോ അത് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7? ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏതാണ് 7ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. 1 മുതൽ ഇൻഫൈനറ്റ് നമ്പർ വരെയുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് PSC എക്സാമിന് പഠിക്കുമ്പോൾ 17 വരെയുള്ള 17 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്കിലും പഠിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഓരോ നമ്പറിനെയും 7 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും. ദെൻ അതിന് ശേഷമേ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ ഏത് നമ്പറാണ് 7ൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആവുക എന്നുള്ളത്. അതെന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് സബ്ട്രാക്ഷൻ അഡീഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഏത് നമ്പറാണ് 7ൽ ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, 7ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്പർ കൺസിഡർ ചെയ്യാണ് 41942. ഈ നമ്പർ കൺസിഡർ ചെയ്യാണ്. 7ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ ഡബിൾ കണ്ടുപിടിക്കുക. എത്രയാണ്? 2ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്. ഇനി എന്ത് ചെയ്യും? ബാക്കിയുള്ള നമ്പേഴ്സ് 4194, അതിൻ്റെ അകത്തുനിന്ന് ഈ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്തായി? 4194 - 4 എത്ര കിട്ടും?
4190. എന്താ ചെയ്തത്? നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, അതിൻ്റെ ഡബിൾ കണ്ടുപിടിച്ചു, റെസ്റ്റ് ഓഫ് ദ നമ്പറിൽ നിന്നും ആ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 4190 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. റെസ്റ്റ് ഓഫ് ദ ഡിജിറ്റ് 419. ഇനി എന്ത് ചെയ്യണം? 419 മൈനസ് 0 ചെയ്യാം. എത്ര കിട്ടും? 419 തന്നെ കിട്ടും. ഇനി എന്ത് ചെയ്യും? ഈ 9ൻ്റെ ഡബിൾ നമുക്കറിയാം 18 ആണെന്നറിയാം. റെസ്റ്റ് ഓഫ് ദ നമ്പറിൽ നിന്ന് 9ൻ്റെ ഡബിൾ സബ്ട്രാക്ട് ചെയ്യാം. 41 മൈനസ് 9ൻ്റെ ഡബിൾ 18 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 23. 23 കണ്ടാൽ തന്നെ നമുക്കറിയാം 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 21 14 ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ ഈ ആൻസർ വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ നമ്പർ 7ൽ ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 23 എന്നുള്ള നമ്പറാണ്. ഇത് 7ൽ ഡിവിസിബിൾ അല്ല. സോ ഫസ്റ്റ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. അടുത്തത് സെക്കൻഡ് നമ്പർ നോക്കാം. 41944. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, അതിൻ്റെ ഡബിൾ എടുത്തു, റെസ്റ്റ് ഓഫ് ദ നമ്പറിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യാം. 4194 മൈനസ് ഈ 4ൻ്റെ ഡബിൾ 8 ആണ്. എത്ര കിട്ടും? 4186 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ നമ്പർ എടുക്കുക. ഈ നമ്പറിൽ 6 ആണ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ്, അതിൻ്റെ ഡബിൾ കണ്ടുപിടിക്കുക, റെസ്റ്റ് ഓഫ് ദ നമ്പറിൽ നിന്ന് ആ ഡബിൾ സബ്ട്രാക്ട് ചെയ്യാം. 418 മൈനസ് 12 എത്ര കിട്ടും നമുക്ക്? 406 എന്ന് കിട്ടും. ദെൻ ഈ ഒരു കേസ് വരുമ്പോൾ 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, അതിൻ്റെ ഡബിൾ 12 വരും. റെസ്റ്റ് ഓഫ് ദ നമ്പർ 40 ആണ്. 40 മൈനസ് 12 നമുക്കറിയാം 28 ആണ്. 28 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 7 × 4 ആണ് എന്ത്? 28 എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 41944 ഈ നമ്പറാണ് 7ൽ ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് 8ൻ്റെയും അതുപോലെ തന്നെ 5ൻ്റെയും 6ൻ്റെയും 11ൻ്റെയും ഒക്കെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിയുന്നതും അത് പഠിച്ചു വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ നമ്പർ എടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി 23യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ കഴിയുന്നതും ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 5/16 ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഇസ് ഈക്വൽ ടു ഡാഷ്. ഒരു നമ്പർ തന്നിട്ടുണ്ട് 1 5/16. ഇങ്ങനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? P/Q ഫോമിലേക്ക് ആക്കണം. നോർമൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് ആക്കണം. എങ്ങനെയാണ് ആക്കുക? ഫോർ എക്സാമ്പിൾ AB/C എന്നുള്ളൊരു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ P/Q ഫോമിലേക്ക് ആക്കണം. നോർമൽ ഫ്രാക്ഷൻ P/Q ഫോമിലാണ് അല്ലേ? ഈ ഒരു ഫോമിലേക്ക് എങ്ങനെയാക്കുക? ആദ്യമേ A × C ചെയ്യാം. A × C പ്ലസ് B ഡിവൈഡഡ് ബൈ C. ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോർമാറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്താവും? 1 × 16 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 16. വാല്യൂ എത്രയാണ്? 16 പ്ലസ് 5 21. 21/16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ 21/16. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു നമ്പറിൻ്റെയും ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. P/Q ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? Q/P ആണ്. നേരെ തിരിച്ചെഴുതുക. അങ്ങനെയാണെങ്കിൽ 21/16 അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 16/21. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡിനോമിനേറ്റർ സെയിം അല്ല. സോ ഒന്നെങ്കിൽ LCM കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. 21 × 21 മൈനസ് 16 × 16 ഡിവൈഡഡ് ബൈ 16 × 21. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സബ്ട്രാക്ഷൻ അതുപോലെ തന്നെ അഡീഷൻ അതുപോലെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാറുള്ളത്. 21 സ്ക്വയർ എത്ര വരും? 441 ആണ് 21 സ്ക്വയർ. 16 സ്ക്വയർ ആണെങ്കിൽ 256. 16 × 21 എന്ന് പറയുന്നത് 336 ആണ്. സോ ഇതിൻ്റെ ആൻസർ 185 ഡിവൈഡഡ് ബൈ 336 എന്ന് എഴുതാം.
ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ കൂടെ 186 ഡിവൈഡഡ് ബൈ 336 ഈ ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ 336 കിട്ടി, അതുപോലെ തന്നെ ഓപ്ഷനിൽ 336 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഞാനിതിൽ ഈ ഒരു ആൻസർ ഗസ് ചെയ്ത് മാർക്ക് ചെയ്യുകയാണ്. പക്ഷേ കറക്റ്റ് ആൻസർ അതല്ല, 185 ഡിവൈഡഡ് ബൈ 336 ആണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും സെയിം ഡിനോമിനേറ്ററുള്ള 2 ഓപ്ഷൻ ആണെങ്കിൽ ആൻസർ മുഴുവൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യുക. ഇനി ചിലപ്പോൾ ഇവിടെ ഒരു ഈവൻ നമ്പർ ആയിരുന്നു, 186 ഡിവൈഡഡ് ബൈ 336 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. 93 ഡിവൈഡഡ് ബൈ 168 എന്നുള്ളൊരു ഫോമിലേക്ക് നമുക്കിത് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. സോ അതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ ആൻസർ കണ്ടുപിടിക്കുക, അതിനുശേഷം റിഡക്ഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഓപ്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 185 ഡിവൈഡഡ് ബൈ 336 ആണ്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യമേ P/Q ഫോമിലേക്ക് ആക്കുക. അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. P/Q ഫോമിലേക്ക് ആക്കാനായിട്ട് എങ്ങനെയാണ്, A × C + B ഹോൾ ഡിവൈഡഡ് ബൈ C, അങ്ങനെയാണ് P/Q ഫോമിലേക്ക് ആക്കുക. എന്നാൽ അതിനുശേഷം എന്താണ് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ എങ്ങനെ പെട്ടെന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റിയത്, 21ൻ്റെ സ്ക്വയറും 16ൻ്റെ സ്ക്വയറും എനിക്കറിയാം. അപ്പോൾ കഴിയുന്നതും 1 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ബൈ ഹാർട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ 1 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും ബൈ ഹാർട്ട് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ എന്താ പറയുക, അനാവശ്യമായിട്ട് സമയം കളയുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കഴിയുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നിങ്ങളുടെ മാത്സ് സ്പീഡപ്പ് ആവുകയുള്ളൂ. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.